യുറേനിയം 235 ന്യൂക്ലിയർ ഫിഷൻ നടക്കാൻ സഹായിക്കും. യുറേനിയം 238 ന്യൂക്ലിയർ ഫിഷൻ സാധാരണ രീതിയിൽ ഒരു ന്യൂട്രോൺ വന്നിരിച്ചാൽ നടക്കുകയില്ല. അതെന്താണ് കാരണം? എന്തുകൊണ്ടാണ് യുറേനിയം 235 ഒരു ന്യൂട്രോൺ വന്നിരിക്കുമ്പോൾ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നതും യുറേനിയം 238 ന്യൂക്ലിയർ ഫിഷൻ നടക്കാത്തതിൻ്റെ കാരണം എന്താണ്? ഇതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ഏതെങ്കിലും രീതിയിൽ യുറേനിയം 238 കൊണ്ട് ന്യൂക്ലിയർ ഫിഷൻ നടത്താൻ പറ്റുമോ? നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഒരു ആറ്റത്തിന്റെ ബേസിക് സ്ട്രക്ചർ മനസ്സിലാക്കണം. ഒരു ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, അതിന്റെ ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. ഇതാണല്ലോ ഒരു ആറ്റം. ആ ന്യൂക്ലിയസിന്റെ അകത്ത് പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ തൽക്കാലം നമ്മുടെ കഥയ്ക്ക് ഇലക്ട്രോൺ വലിയ റോളൊന്നുമില്ല, അവിടെ ഇലക്ട്രോൺ അങ്ങ് മാറ്റിയേക്കാം. നമ്മുടെ കളി മൊത്തം നടക്കുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ന്യൂക്ലിയസിന്റെ അകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസിന്റെ അകത്ത് പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അതിൽ ന്യൂട്രോണ് ചാർജ് ഒന്നുമില്ല, പ്രോട്ടോൺ ആണെങ്കിൽ പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഐറ്റംസ് കുറെ എണ്ണം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ റിപ്പൽ ചെയ്യില്ലേ? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങളൊരു മാഗ്നറ്റ് എടുക്കുക, അതിന്റെ നോർത്തും വെച്ച് എന്ത് സംഭവിക്കും? അത് റിപ്പല്ലാവും അല്ലേ? അപ്പോൾ ഈ നോർത്തും ഇങ്ങനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇപ്പൊ നമ്മളിങ്ങനെ ഒരു മാഗ്നറ്റ് എടുത്തിട്ട് ഈ നോർത്തും ഇങ്ങനെ പിടിച്ചു വെച്ചാൽ അവിടെ ഇരുന്നോളും. പക്ഷെ അതിങ്ങനെ വെറുതെ ഇട്ടുകഴിഞ്ഞാൽ അതിന് തെന്നിപ്പോവും, റിപ്പല്ലായി പോകും. അപ്പോൾ ഇത് തന്നെയാണ് ന്യൂക്ലിയസിന്റെ അകത്ത് സംഭവിക്കണേ. ന്യൂക്ലിയസിന്റെ അകത്ത് ഈ പ്രോട്ടോൺസ് മാത്രം ഇരിക്കുകയാണെങ്കിൽ അവന്മാർ തമ്മിൽ അടി ഉണ്ടാക്കി തെറിച്ചു പോകും. കാരണം എന്താണ്? അവർ റിപ്പൽ ചെയ്യും, പോസിറ്റീവും റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ പോസിറ്റീവുമായ പ്രോട്ടോണെ റിപ്പല്ല് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ അകത്ത് എന്തുള്ളത്? ന്യൂട്രോൺസ് ഉള്ളത്. അപ്പോൾ ന്യൂട്രോൺസിന്റെ പണി എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്രോൺസിന്റെ പണി ഈ പോസിറ്റീവുമായ പ്രോട്ടോൺസിനെ തമ്മിൽ അതിന്റെ റിപ്പൾസീവ് ഫോഴ്സിനേക്കാളും കൂടുതൽ എനർജി ഇങ്ങനെ കൊടുത്തിട്ട് അവന്മാരൊക്കെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അത് ന്യൂട്രോൺസിനെ പണി എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് പ്രോട്ടോൺസിനെ അടക്കി ഒതുക്കി നിർത്തുക എന്നുള്ളതാണ്. പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ എലമെന്റ് എടുത്ത് നോക്കുക, ഹൈഡ്രജൻ. ഈ ഹൈഡ്രജന് ഒരു പ്രോട്ടോൺ ഉണ്ട്, അവന് ഒറ്റ ന്യൂട്രോണും ഇല്ല. എന്നിട്ട് അവൻ സ്റ്റേബിൾ ആണ്. കാരണം എന്താണ്? കാരണം ഒറ്റ പ്രോട്ടോൺ ഉള്ളൂ. അതായത് ഒരു മാഗ്നറ്റ് മാത്രം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അവനോട് അടങ്ങി ഒതുങ്ങിയിരുന്നുള്ളൂ. ഒറ്റ പോസിറ്റീവ് ചാർജ് ഉള്ളൂ. അപ്പോൾ ന്യൂട്രോൺ വേണമെന്നില്ല. ഇനി ഹീലിയം നോക്കിക്കേ, 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. ഹൈഡ്രജനെ പോലെ ന്യൂട്രോൺ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അവന്മാരുടെ 2 പ്രോട്ടോൺ തമ്മിൽ റിപ്പൽ ചെയ്ത് ഹീലിയം ആറ്റം തന്നെ സ്റ്റേബിൾ ആവാണ്ട് ചെതറിയേനെ. നമ്മൾ യുറാനിയത്തിലേക്ക് വരാം. 143 146 തമ്മിൽ ബേസിക് വ്യത്യാസം എന്താണ്? ഒന്ന് ഓഡ് നമ്പറും ഒന്ന് ഈവൻ നമ്പറുമാണ്. അത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അതായത് ന്യൂട്രോൺ ഒരു പ്രത്യേകതയുണ്ട്, അവൻ പെയർ ചെയ്തിരിക്കാനാണ് ഇഷ്ടപ്പെടണേ. യുറാനിയം 235 143 ന്യൂട്രോൺസ് ഉണ്ട്. അതിനകത്ത് 142 എണ്ണം പെയർ ചെയ്തിരിക്കും, ഒരുത്ത് മാത്രം പെയർ ഇല്ലാണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ഒരു ന്യൂട്രോൺ വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ പുറത്തു തന്നെ ന്യൂട്രോണെ ഇവൻ അബ്സോർബ് ചെയ്തിട്ട് അവൻ പെയർ ആവാൻ നോക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഒരു ന്യൂട്രോൺ ഇങ്ങനെ വരുവാണ് യുറാനിയം 235 ന്യൂക്ലിയസിലേക്ക്. അപ്പോൾ നമുക്ക് ന്യൂക്ലിയസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളത്തുള്ളിയായിട്ട് സങ്കല്പിക്കുക. അതിന് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് പറയും. ഒരു വെള്ളത്തുള്ളിയായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഈ വെള്ളത്തുള്ളിയിലേക്ക് ഒരു ന്യൂട്രോൺ വന്ന് ഇടിക്കുകയാണ്. ഇടിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ന്യൂട്രോൺ ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ഈ എനർജി ഈ ന്യൂക്ലിയസിലേക്ക് പാസ് ആവും. അപ്പോൾ ന്യൂക്ലിയസ് ഷെയ്ക്ക് ആവും. അപ്പോൾ ന്യൂക്ലിയസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. 143 ന്യൂട്രോൺ ഈ പുറത്തുനിന്ന് തന്നെ ന്യൂട്രോണെ എടുത്തിട്ട് അവന്മാർ പെയർ ഉണ്ടാക്കും. അപ്പോൾ അവിടെ ഒരു പെയറിംഗ് എനർജി റിലീസ് ആവുകയാണ്. അതുപോലെ ഈ വന്ന് ഇടിക്കുന്ന സമയത്തുള്ള ഒരു കൈനറ്റിക് എനർജി കാരണം ഈ ന്യൂക്ലിയസ് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴേക്കും നമ്മുടെ ഈ ന്യൂക്ലിയസ് വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഇപ്പം വൈബ്രേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വൈബ്രേറ്റ് ചെയ്ത് ഈ ന്യൂക്ലിയസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. അതായത് റൗണ്ടിൽ ഇരുന്ന ന്യൂക്ലിയസ് ഇവൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു ഡംബൽ ഷേപ്പ് ആവും. ഇപ്പോൾ ഡംബൽ ഷേപ്പ് ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഈ 2 സൈഡിലും ഇതിന്റെ പ്രോട്ടോൺസ് വരും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രോട്ടോൺസിന്റെ റിപ്പൾസീവ് ഫോഴ്സിനെ തടുക്കുന്നത് ന്യൂട്രോൺസിന്റെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഈ ന്യൂട്രോണിന്റെ ന്യൂക്ലിയർ ഫോഴ്സിന് ഒരു പ്രശ്നമുണ്ട്, അത് വളരെ ചെറിയ ഡിസ്റ്റൻസിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ പ്രോട്ടോൺസ് ഇങ്ങനെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ന്യൂട്രോൺസിന് ഈ പ്രോട്ടോൺസിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല, അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വെറുതെ പൊട്ടൂല, ഒരു ത്രഷോൾഡിന്റെ മുകളിലേക്ക് പോയാലേ പൊട്ടുള്ളൂ. അതായത് നമ്മളൊരു റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിക്കുകയാണ്, വെറുതെ വലിച്ചാൽ പൊട്ടൂല, വലിച്ചിങ്ങനെ വിട്ടാൽ തിരിച്ചിങ് വന്നോളൂ. ഒരു ത്രഷോൾഡിന് അപ്പുറത്തേക്ക് വലിച്ചെന്ത് പറ്റും? റബ്ബർ ബാൻഡ് പൊട്ടിപ്പോവും. എന്ന് പറഞ്ഞ പോലെ പ്രോട്ടോൺസ് വെറുതെ വൈബ്രേറ്റ് ചെയ്ത് സൈഡിലേക്ക് പോയെന്ന് ഓർത്തത് പൊട്ടൂല, പക്ഷേ അതൊരു പരിധി കൂടുതൽ സൈഡിലേക്ക് പോയിട്ട് കൂടുതൽ എനർജി റിലീസ് ആവുകയാണെങ്കിൽ പൊട്ടിപ്പോവും. ത്രഷോൾഡ് എങ്ങനെ മനസ്സിലാക്കണേ? അതിന് ഫിഷൻ ബാരിയർ എന്ന് പറയും. അതായത് യുറാനിയം 235 ഒരു ഫിഷൻ ബാരിയർ ഉണ്ട്. ആ ഫിഷൻ ബാരിയറിന്റെ നമ്മൾ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 5.3 മെഗാ ഇലക്ട്രോൺ വോൾട്ട് തൊട്ട് 5.7 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ പെയർ ചെയ്യുമ്പോൾ നല്ലൊരു എനർജി റിലീസ് ചെയ്യും. പ്ലസ് ഇപ്പോഴേ ഒന്ന് ന്യൂട്രോൺ ഇടിച്ച കൈനറ്റിക് എനർജി ഉണ്ട്. ഇത് രണ്ടിന്റെയും കൂടെ എനർജി നോക്കുമ്പോൾ അത് ഏകദേശം 6.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയി. അതായത് ഒരു 5.3 തൊട്ട് 5.7 വരെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫിഷൻ ബാരിയർ കഴിഞ്ഞു, അതായത് ഇതിന്റെ ത്രഷോൾഡ് കഴിഞ്ഞു.
ഇത് പൊട്ടും. പിന്നെ ഈ ന്യൂട്രോൺസിന്റെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് പ്രോട്ടോൺസിനെ പിടിച്ചെടുത്താൻ പറ്റില്ല. അപ്പോൾ പൊട്ടിപ്പോകും. അതാണ് ഇവിടെ സംഭവിക്കണേ. ഇനി യുറാനിയം 238 ഇതൊന്നും നടക്കൂലേ? അവിടെ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ കാര്യം അവിടെ നടക്കും. ഒറ്റ കാര്യം മാത്രമേ നടക്കാത്തുള്ളൂ. എന്താണെന്നറിയോ? യുറാനിയം 238 146 ന്യൂട്രോൺസ് ഉള്ളത്. 146 എന്നുള്ളത് ഈവൻ നമ്പറാണ്. അപ്പോൾ പുറത്തുനിന്ന് തന്നെ ന്യൂട്രോൺ ഇല്ലേ, അവൻ ഇവരുടെ ആയിട്ട് പെയറാവൂല. കാരണം 146 ന്യൂട്രോൺസ് ഉണ്ട്. അവന്മാർ ഓൾറെഡി പെയറായിട്ട് തന്നെ ഇരിക്കണേ. ഈ പുറത്തുനിന്ന് തന്നെ അവനെ പെയറാക്കാൻ സമ്മതിക്കില്ല. പെയറിംഗ് എനർജി ഇല്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂട്രോൺ വന്ന് ഇവിടെ ഇടിക്കണം. നമ്മുടെ യുറാനിയം 238ന്റെ ന്യൂക്ലിയസിൽ ഇടിക്കണം. ഇടിച്ച് കഴിയുമ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യണം. അപ്പോൾ റിലീസ് ചെയ്യണ എനർജി എന്ന് പറയുന്നത് 4.8 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. പക്ഷേ യുറാനിയം 238ന്റെ ഫിഷൻ ബാരിയർ, അതായത് ഈ ന്യൂക്ലിയസ് പൊട്ടാനുള്ള ബാരിയർ എന്ന് പറയുന്നത് 5.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതുകൊണ്ടാണ് യുറാനിയം 238 ന്യൂക്ലിയർ ഫിഷൻ നടക്കാത്തത്. ഈ ന്യൂട്രോൺ വന്നിരിക്കുമ്പോൾ ഫിഷൻ ബാരിയർ ക്രോസ് ചെയ്യാനാവുന്ന അത്ര എനർജി റിലീസ് ആവുന്നില്ല. നിങ്ങളൊരു മതിലുണ്ടെന്ന് വിചാരിക്കുക. ആ മതിലിന്റെ ഹൈറ്റ് 5.5 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ആ മതിൽ ചാടി കിടക്കണം. അപ്പോൾ എനിക്ക് ആകെ 4.5 മീറ്റർ ആണ് ചാടാൻ കഴിവുള്ളൂ. അപ്പോൾ ഞാൻ ആ മതിൽ ചാടാൻ പോയാൽ ചാടി കിടക്കാൻ പറ്റില്ല. ഇതാണ് യുറാനിയം 238ന്റെ അവസ്ഥ. ഈ മതിൽ 5.5 മീറ്ററുള്ള മതിൽ ചാടാൻ പോണു, പക്ഷെ 4.5 മീറ്റർ ചാടാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അവിടെ ചാടി കിടക്കാൻ പറ്റണില്ല. ഇവിടെ ഈ മതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിഷൻ ബാരിയർ ആണ്. അതായത് 5.5 മീറ്റർ ആണ് ഫിഷൻ ബാരിയർ. ഈ കേസിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് നമുക്കൊരു സ്റ്റൂൾ ഇട്ട് തരുവാണ്. ഒരു 2 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു സ്റ്റൂൾ ഇട്ട് തരുക. അപ്പൊ ആദ്യം ഞാൻ ഈ സ്റ്റൂളിലേക്ക് കയറിയിട്ടാണ് ചാടാൻ പോണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഈ 5.5 മീറ്റർ മതിൽ ചാടി കിടക്കാൻ പറ്റും. അതാണ് U35. അവിടെ ഈ പെയറിംഗ് എനർജി വരുവാണ്. അതാണ് ഈ പറഞ്ഞ സ്റ്റൂള്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഫിഷൻ ബാരിയർ ചാടി കിടക്കാൻ പറ്റും. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് യുറാനിയം 235 ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്. ഇതുകൊണ്ടാണ് സാധാരണ രീതിയിൽ യുറാനിയം 238 ഒരു സ്ലോ ന്യൂട്രോൺ വന്നിരിച്ചാൽ ന്യൂക്ലിയർ ഫിഷൻ നടക്കാത്തത്. കാരണം ന്യൂക്ലിയർ ബാരിയർ പൊട്ടിക്കാൻ അത്രയുള്ള എനർജി ഉണ്ടാവുന്നില്ല. ഇനി നമുക്ക് യുറാനിയം 238 എങ്ങനെയെങ്കിലും ന്യൂക്ലിയർ ഫിഷൻ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? നമ്മളിപ്പോൾ വന്ന ന്യൂട്രോൺ ഇല്ലേ, ഇവന്മാര് സ്ലോ ന്യൂട്രോൺ ആണ്. ഈ വന്നിരിക്കുന്ന ന്യൂട്രോൺ മിനിമം 1 മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് വന്നിരിക്കുന്നതെങ്കിൽ യുറാനിയം 238 ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ഫിഷൻ ബാരിയറിനെ നമ്മൾ നേരത്തെ പറഞ്ഞ 5.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടിനെ ഭേദിക്കുന്ന ഫിഷൻ ബാരിയർ ജനറേറ്റ് ആവും. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വന്നിരിക്കുന്ന ന്യൂട്രോണിൽ അതിന്റെ എനർജി കൂട്ടണം. 1 മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ മിനിമം വന്നിടിച്ചു കഴിഞ്ഞാൽ യുറാനിയം 238 ഫിഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഫാസ്റ്റ് ബ്രീഡ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടേഴ്സിൽ നടക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം.